വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം നിർവാണപ്രകരണം സർഗം 9 ശിഖിധ്വജ ഉപാഖ്യാനം. വസിഷ്ഠൻ പറഞ്ഞു, രാമ, ഉള്ളുകൊണ്ട് ഈ ജഗത്തിനെ ആദ്യം ഉപേക്ഷിക്കൂ. എന്നിട്ട് മനസ്സാകുന്ന പക്ഷിയെ സർവം ബ്രഹ്മമയം എന്ന് കൂട്ടിനകത്തടയ്ക്കൂ. അങ്ങനെ ശാന്തനായി ആത്മാവിൽ ഉറച്ചു നിന്നുകൊണ്ട് ശിഖിധ്വജനെ പോലെ ലോകകാര്യങ്ങൾ നിർവഹിക്കൂ. രാമൻ ചോദിച്ചു, ബ്രഹ്മൻ ആരാണീ ശിഖിധ്വജൻ? അദ്ദേഹം എങ്ങനെയാണ് പരമപദത്തിൽ എത്തിച്ചേർന്നത്? ബോധദാർഢ്യത്തിനായി ഇതല്പം വിശദമായി പറഞ്ഞു തന്നാലും. വസിഷ്ഠൻ പറഞ്ഞു, കഴിഞ്ഞ ദ്വാപരയുഗത്തിൽ 7ാമത്തെ മനുവിൻ്റെ കാലം. അന്ന് മാളവദേശത്തെ രാജാവായിരുന്നു ശിഖിധ്വജൻ. ധൈര്യം, ഔദാര്യം, ദയ, സത്യം, ക്ഷമ, ദമം, ശമം എന്നീ ഗുണങ്ങളുടെയെല്ലാം വിളനിലമായിരുന്നു അദ്ദേഹം. ശൂരനും ശുഭസമാചാരനും മാനിയുമായിരുന്ന സുരാഷ്ട്ര രാജാവിൻ്റെ മകളായ ചൂഡാലയെ അദ്ദേഹം കല്യാണം കഴിച്ചു. പതിദേവതയായ ചൂഡാല എല്ലാം കൊണ്ടും രാജാവിന് അനുരൂപയായ ഭാര്യയായിരുന്നു. അന്യോന്യം അർപ്പിത മനസ്സുകളായിരുന്ന അവർക്ക് ദിവസം ചെല്ലുന്തോറും പ്രീതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ സദാ പ്രേമബദ്ധരായിരുന്നു. പരസ്പരം പ്രിയം തന്നെ അനുഷ്ഠിച്ചിരുന്നു. അന്യോന്യം മനസ്സറിഞ്ഞ് അവർ പെരുമാറിയിരുന്നു. ഈ വിധം അവരുടെ ഭാര്യാഭർത്തൃബന്ധം അത്യന്തം ഗാഢമായി ഭവിച്ചു. നിറഞ്ഞു കവിയുന്ന പ്രേമത്തോടുകൂടി ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അനന്തങ്ങളായ യൗവന ലീലകളിലൂടെ അവർ ദിനങ്ങൾ കഴിച്ചു. സത്യമെന്തെന്നറിയാതെ സ്നേഹബദ്ധരായി കഴിഞ്ഞ അവരുടെ യൗവനം പൊട്ടിയ കുളത്തിലെ വെള്ളമെന്ന പോലെ ചോർന്നുകൊണ്ടേയിരുന്നു. പഴുത്ത ഫലം താഴെ വീഴുമെന്നത് തീർച്ചയാണല്ലോ. മരണമാർക്കും അനിവാര്യമാണ്. താമരയുടെ മേൽ മഞ്ഞു പതിക്കുന്നത് പോലെ ജര അവരെ കടന്നാക്രമിക്കാൻ തുടങ്ങി. കൈത്തലത്തിലെ ജലം പോലെ ആയുസ് സദാ ചോരുന്നു. മഴക്കാലത്ത് ചുരവള്ളി എന്ന പോലെ തൃഷ്ണ മാത്രം നീണ്ടു പോകുന്നു. പർവ്വതപ്രദേശത്തിൽ നിന്നുള്ള നദിയുടെ വേഗത പോലെ യൗവനം ഒഴുകി മറയുന്നു. വില്ലിൽ നിന്നും പുറപ്പെടുന്ന അമ്പുകൾ എന്നവണ്ണം സുഖങ്ങൾ ഓടിമറയുന്നു. വാഴത്തണ്ട് പോലെ അസാരമായ ലോകവ്യവഹാരം വെറുപ്പിനെ ഉളവാക്കുന്നു. എന്തു കിട്ടിയാൽ പിന്നെ മനസ്സൊരിക്കലും ദുഃഖത്തിന് വഴങ്ങുകയില്ലയോ? അങ്ങനെയൊന്ന് ഈ സംസാരത്തിൽ കാണാനേയില്ല. ഈ ദമ്പതിമാരുടെ മനസ്സിനെ ഈ ചിന്തകളൊക്കെ കടന്നു പിടികൂടി. സംസാര രോഗത്തിന് ഒരു മരുന്ന് കണ്ടെത്താനായി അധ്യാത്മശാസ്ത്രം അവർ ചിരകാലം വിചാരം ചെയ്തു. ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ സംസാര വിഷൂചിക ശമിച്ചു കിട്ടൂ എന്നവർക്ക് ബോധ്യമായി. അവർ രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ വേദാന്ത ശാസ്ത്ര ചർച്ചയിൽ മുഴുകി. ആത്മജ്ഞാനത്തിൽ തന്നെ ചിത്തം വ്യാപരിച്ചു. അതുതന്നെ ലക്ഷ്യമായി അംഗീകരിച്ചു. അതിൽ തന്നെ ഉറച്ചു നിന്നു. അതിനെ തന്നെ സദാ ആശ്രയിച്ചു. അതിനെ തന്നെ അർപ്പിച്ചു. അതിനെ തന്നെ ആഗ്രഹിച്ചു. അങ്ങനെ അവർ മുന്നോട്ട് നീങ്ങി. ആത്മജ്ഞാന കാര്യങ്ങളെ ദൃഢമായി ആവർത്തിച്ചഭ്യസിച്ചു. തമ്മിൽ ചർച്ച ചെയ്തു. അവരതിൽ രസിച്ചു. അതിനു വേണ്ടി തന്നെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. അങ്ങനെ കാലം കടന്നുപോയി. രമണീയമായ വേദാന്ത ചർച്ചാക്രമത്തിലൂടെയും ആത്മജ്ഞാനികളുടെ മുഖത്തുനിന്ന് നേരിട്ട് മോക്ഷപ്രദങ്ങളായ ശാസ്ത്രതത്വങ്ങൾ ഗ്രഹിച്ചും ചൂഡാല രാപ്പകലില്ലാതെ ആത്മാവിനെ തന്നെ ഇങ്ങനെ വിചാരം ചെയ്തു. കർമ്മങ്ങളിൽ വ്യാപൃതയായിരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും പ്രസന്ന ചിത്തയായി ആത്മവിചാരം തുടർന്നു. ചൂഡാല പറഞ്ഞു, ഞാനിതാ എൻ്റെ ആത്മാവിനെ കണ്ടെത്തുന്നുണ്ട്. ഞാൻ എന്താണെന്ന് സ്വയം അറിയുന്നുണ്ട്. ഈ മോഹം ആർക്കാണ്, എങ്ങനെയാണ്, എവിടെയാണ് എന്നൊക്കെ ഞാൻ കണ്ടെത്തുന്നുണ്ട്. ഉന്മയുടെ അനുഭവമില്ലാത്ത ജഡശരീരം ഞാനല്ലെന്ന് തീർച്ച. കർമ്മേന്ദ്രിയ കൂട്ടവും ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങളായതുകൊണ്ട് ജഡം തന്നെ. അവ ഒരിക്കലും ഞാനാകാൻ പറ്റുകയില്ല. ജ്ഞാനേന്ദ്രിയങ്ങളും ജഡം തന്നെ എന്ന് കാണാൻ പ്രയാസമില്ല. അവ മനസ്സിൻ്റെ ഉപകരണങ്ങളാണ്. വടി മൺകട്ടയെ അടിച്ചു തെറിപ്പിക്കും പോലെ
ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സ് വിഷയങ്ങളുടെ നേരെ തള്ളിവിടുകയല്ലേ ചെയ്യുന്നത്? സങ്കല്പശക്തിയോടുകൂടിയ മനസ്സും ജഡം തന്നെ. തെറ്റാടികൊണ്ട് കല്ലെറിയപ്പെടുന്നത് പോലെ ബുദ്ധിയുടെ നിശ്ചയങ്ങളല്ലേ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്നത്? നിശ്ചയരൂപിണിയായ ബുദ്ധിയോ നിശ്ചയമായും ജഡം തന്നെ. കരയിലുള്ള ചാല് നദീജലത്തെ അങ്ങോട്ട് വലിച്ചു പിടിക്കുന്നത് പോലെ അഹങ്കാരത്തിൻ്റെ വലിയിൽ പെട്ടല്ലേ ബുദ്ധി ചലിക്കുന്നത്? സ്വയം പ്രവർത്തനശേഷിയില്ലാതെ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് മാത്രം ചലിക്കുന്നവയൊക്കെ ജഡങ്ങളാണെന്ന് താൽപ്പര്യം. അഹങ്കാരമോ നിസ്സാരമായ ശവത്തിന് തുല്യം ജഡം. ബാലൻ യക്ഷനുണ്ടെന്ന് ഭ്രമിക്കുന്നത് പോലെ അഹങ്കാരം ജീവൻ്റെ ഒരു ഭ്രമം മാത്രമല്ലേ? പ്രാണസ്പന്ദന രൂപനായ ജീവൻ അഹങ്കാര രൂപത്തിൽ പ്രകാശിക്കുന്നു എന്നല്ലാതെ പ്രാണസ്പന്ദന രൂപനായ ജീവൻ അഹങ്കാര രൂപത്തിൽ പ്രകാശിക്കുന്നു എന്നല്ലാതെ അന്വേഷിച്ചാൽ പ്രാണസ്പന്ദനത്തിൽ നിന്നും ഭിന്നനായ ഒരു അഹങ്കാരത്തെ കണ്ടെത്താനേ സാധ്യമല്ല. ഒരിക്കൽ കൂടി വായിക്കാം. പ്രാണസ്പന്ദന രൂപനായ ജീവൻ അഹങ്കാര രൂപത്തിൽ പ്രകാശിക്കുന്നു എന്നല്ലാതെ അന്വേഷിച്ചാൽ പ്രാണസ്പന്ദനത്തിൽ നിന്നും ഭിന്നനായ ഒരു അഹങ്കാരത്തെ കണ്ടെത്താനേ സാധ്യമല്ല. ഇനിയും ജീവനാകട്ടെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന വെറും പ്രാണസ്പന്ദനം. സ്പന്ദനരൂപിയായ പ്രാണനായതുകൊണ്ട് തന്നെ സ്പന്ദിച്ച് പ്രത്യക്ഷപ്പെടാനും മറയാനും അതിൻ്റെ പിന്നിൽ ഒരാശ്രയമുണ്ടായേ പറ്റൂ എന്ന തീർച്ച. സ്പന്ദനരൂപിയായ പ്രാണനായതുകൊണ്ട് തന്നെ സ്പന്ദിച്ച് പ്രത്യക്ഷപ്പെടാനും മറയാനും അതിൻ്റെ പിന്നിൽ ഒരാശ്രയമുണ്ടായേ പറ്റൂ എന്ന് തീർച്ച. 291 ആ അഹോ ജ്ഞാതമേതേന ചേത്യോല്ലേഖകളങ്കിന ജീവോ ജീവതി ജീർണേന ചിദ്രൂപേണാത്മരൂപിണ. ആ അഹോജ്ഞാതം ആശ്ചര്യം അറിഞ്ഞുപോയിരിക്കുന്നു. ചേത്യോല്ലേഖ കളങ്കിന സങ്കല്പരൂപമായ കളങ്കത്തോടുകൂടി ജീർണേന സ്വരൂപം വിട്ട് താഴോട്ടു പോന്ന ആത്മസ്വരൂപിണ ചിദ്രൂപേണ ആത്മാവായി വർത്തിക്കുന്ന ബോധരൂപനാലാണ് ജീവതി പ്രാണസ്പന്ദന രൂപനായ ജീവൻ ജീവിക്കുന്നത്. ആശ്ചര്യം അറിഞ്ഞുപോയിരിക്കുന്നു. സങ്കല്പരൂപമായ കളങ്കത്തോടുകൂടി സ്വരൂപം വിട്ട് താഴോട്ടു പോന്ന ആത്മാവായി വർത്തിക്കുന്ന ബോധരൂപനാലാണ് പ്രാണസ്പന്ദന രൂപനായ ജീവൻ ജീവിക്കുന്നത്. ചിദ്രൂപേണ ആത്മരൂപിണ. ചൂടാലയുടെ സത്യവിചാരക്രമം വ്യക്തമായ പാതയിലൂടെ അതിൻ്റെ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. ജീവൻ്റെ ഉറവിടമാണല്ലോ അന്വേഷണ വിഷയം. പ്രാണസ്പന്ദനമാണ് ജീവൻ. അതിൻ്റെ അനുഭവ രൂപമാണ് അഹങ്കാരം. പ്രാണസ്പന്ദനമാണ് ജീവൻ. അതിൻ്റെ അനുഭവ രൂപമാണ് അഹങ്കാരം. ഓരോ പ്രാണസ്പന്ദനവും സൂക്ഷ്മമായി അഹങ്കാരം ഉൾക്കൊള്ളുന്നു എന്ന് കാണേണ്ടതാണ്. അപ്പോൾ പ്രാണസ്പന്ദനവും അഹങ്കാരവും ഒരുമിച്ചുണ്ടാകുന്നു. സ്പന്ദിച്ചു മറഞ്ഞ് വീണ്ടും സ്പന്ദിച്ചു മറയുന്ന ഇവയ്ക്ക് സ്പന്ദിക്കാനും മറയാനും സ്പന്ദനരഹിതമായ ഒരു ഉറവിടമുണ്ടെങ്കിലേ പറ്റൂ. ആ ഉറവിടമാണ് നിശ്ചല ബോധം. അഹങ്കാരം ഞാനുണ്ട് എന്ന ശബ്ദത്തോട് എന്ന അനുഭവത്തോടു കൂടിയാണ് സ്പന്ദിക്കുന്നത്. ഇവിടെ ഞാൻ എന്ന ശബ്ദാംശമാണ് സങ്കല്പം. ഉണ്ട് എന്ന അനുഭവം ബോധത്തിൻ്റെ വകയും. ഞാൻ എന്ന ശബ്ദാംശമാണ് സങ്കല്പം. ഉണ്ട് എന്ന അനുഭവം ബോധത്തിൻ്റെ വകയും. ശബ്ദം ശക്തിസ്പന്ദനമാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഉണ്ട് എന്ന അനുഭവം ബോധത്തിനു മാത്രമുള്ളതാണെന്ന കാര്യവും എടുത്തു പറയേണ്ടതില്ല. അപ്പോൾ ബോധം സങ്കല്പത്തിലൂടെ സ്പന്ദിച്ച് അല്പം താഴോട്ടിറങ്ങുന്നതാണ് ജീവൻ അഥവാ പ്രാണസ്പന്ദനം. ബോധം സങ്കല്പത്തിലൂടെ സ്പന്ദിച്ച് അല്പം താഴോട്ടിറങ്ങുന്നതാണ് ജീവൻ അഥവാ പ്രാണസ്പന്ദനം. ഇതാണ് ആത്മാവായ ചിദ്രൂപത്തിൻ്റെ ജീർണിക്കൽ. ഈ ജീർണിക്കലൊക്കെ ജഡമാണ്. അതായത് ബോധത്തിലെ നാമരൂപങ്ങളാണ്.
തുടർന്നുള്ള ജീവൻ്റെ സ്പന്ദന ഘട്ടങ്ങളാണ് അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, സ്ഥൂലദേഹം എന്നിവ. ഇവയൊക്കെ ജഡങ്ങളാണ്. ഉണ്ടായി മറയുന്നവ ജഡം. സ്വയം പ്രവർത്തനശേഷിയില്ലാതെ ഉപകരണങ്ങളായി മാത്രം വർത്തിക്കുന്നവ ജഡം. ഇതാണ് ജഡ നിർവചനം. ബോധം മാത്രം ഉണ്ടാകുന്നതോ മറയുന്നതോ അല്ല, മറ്റൊന്നിൻ്റെ ഉപകരണമായി പ്രവർത്തിക്കുന്നതുമല്ല. ബോധമുണ്ടാക്കി മറയ്ക്കുന്ന ഉപകരണങ്ങളാണ് ജഡങ്ങളെല്ലാം. അവയുടെ ഉണ്മ പോലും ബോധത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ബോധം സത്യം, മറ്റെല്ലാം അതിലെ വെറും നാമരൂപ പ്രകടനങ്ങൾ. ചൂടാല തുടർന്നു. സങ്കല്പഭ്രമം ഉൾക്കൊള്ളുന്ന ജീവൻ ബോധരൂപത്തോടുകൂടി ജീവിക്കുന്നു. പൂവിൻ്റെ മണം കാറ്റുകൊണ്ട് ജീവിക്കുന്നത് പോലെ, അഥവാ നദിയിലെ വെള്ളം ചാലിൽ കൂടി ഒഴുകും പോലെ. അസത്യമായ സങ്കല്പ ജഡത്തെ ആശ്രയിക്കുന്നത് കൊണ്ട് ജീവനിലെ ബോധാംശത്തെയും ജഡമായി തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കണ്ണാടിയിലെ പ്രതിബിംബം ഭ്രമമായി കരുതപ്പെടുന്നത് പോലെ, ജലത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന അഗ്നിക്ക് സ്വരൂപം നഷ്ടപ്പെടുന്നത് പോലെ, ജീവനിലെ ബോധാംശത്തിനും സങ്കല്പ സമ്പർക്കം നിമിത്തം ശുദ്ധരൂപം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കാണേണ്ടതാണ്. ഇപ്രകാരം ബോധരൂപനാണെങ്കിലും സങ്കല്പാംശം കൂടിക്കലർന്നിരിക്കുന്നത് കൊണ്ട് ജീവനും ശൂന്യ ജഡരൂപനായി ഭവിച്ചിരിക്കുന്നു. എന്നാൽ ഈ ജീവനെ പിന്നിൽ നിന്നും പ്രചോദിപ്പിക്കാൻ ശുദ്ധബോധമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് തീർച്ചയാണല്ലോ. ശുദ്ധബോധം സങ്കല്പത്തെ പ്രതിബിംബ രൂപേണ കടന്നു പ്രവേശിച്ചാണ് ജീവഭ്രമം ഉളവാക്കുന്നത്. ആശ്ചര്യം! ഇപ്പോൾ കാര്യം വ്യക്തമായി തെളിയുന്നു. ശുദ്ധബോധമാണ് ജീവൻ്റെ തോന്നൽ ഉളവാക്കിയിരിക്കുന്ന സത്യം. ചിരകാലം കൊണ്ട് ഒരു കളങ്കവുമില്ലാത്ത അറിയപ്പെടേണ്ട സത്യം അറിയപ്പെട്ടിരിക്കുന്നു. ജീവൻ വരെയുള്ള എല്ലാം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ദേഹം തുടങ്ങിയവ യഥാർത്ഥത്തിൽ ഇല്ലാത്തവയാണ്. വെറും ബോധവിലാസങ്ങൾ മാത്രം, മറവി നിമിത്തം വന്നുചേർന്നവ. 292 ശ്ലോകം. മഹാചിദേകൈവാസ്തീഹ മഹാസത്തേതി യോച്യത്തെ നിഷ്കളങ്ക സമാശുദ്ധ നിരഹങ്കാര രൂപിണി. അനന്തമായ ഒരു അഖണ്ഡബോധം മാത്രമേ ഇവിടെയുള്ളൂ. അതുതന്നെയാണ് അനന്തമായ ഉണ്മയെന്നു പറയപ്പെടുന്നതും. ഒരു കളങ്കവും പറ്റാത്തത്, സർവത്ര സമരൂപം, ശുദ്ധം, അഹങ്കാരത്തിൻ്റെ നിഴൽ പോലും ഏശാത്തത്. 293. സകൃദ്വിഭാതി വിമലാ നിത്യോദയവതി സമാ സാ ബ്രഹ്മ പരമാത്മേതി നാമഭി പരിഗീയത്തെ. ആ മഹാചിത്ത സദാ പ്രകാശിച്ചു വിളങ്ങുന്നു. പരമപരിശുദ്ധമായ അത് എപ്പോഴും ഉദയം ചെയ്തു നിൽക്കുന്നു. എവിടെയും തുല്യരൂപത്തിൽ. ബ്രഹ്മം, പരമാത്മാവ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നതൊക്കെ ആ അഖണ്ഡബോധം തന്നെയാണ്. വസിഷ്ഠൻ തുടർന്നു. ചൂടാല എല്ലാ ദിവസവും ഈ ചിന്തയിൽ തന്നെ സമയം കഴിച്ചു. അവർ സ്വയം ആത്മാരാമയായി ഭവിച്ചു. അന്തർമുഖത നിമിത്തം സദാ അക്ഷോഭ്യയായി വർത്തിച്ചു. ഒന്നിനോടും പ്രത്യേകമായ ഇഷ്ടമില്ല. ഒന്നിലും എൻ്റേതെന്ന ഭാവമില്ല. ഭേദചിന്തയില്ല. ഒരാഗ്രഹവും അവശേഷിച്ചില്ല. ഒന്നും ഉപേക്ഷിക്കുന്നില്ല, ഒന്നും സ്വീകരിക്കുന്നുമില്ല. പ്രകൃതമനുസരിച്ച് വന്നുചേരുന്ന കാര്യങ്ങളെല്ലാം വേണ്ട പോലെ നിർവഹിക്കുന്നു. പരമാത്മ മഹാലാഭം നിമിത്തം അന്തരംഗം പൂർണ്ണ തൃപ്തി കൈവരിച്ചു. അങ്ങനെ അങ്ങേയറ്റം ഉത്തമമായതിനേക്കാൾ ഉത്തമമായി ഭവിച്ചതുകൊണ്ട് ചൂടാല വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു അനുഭവാവസ്ഥയിൽ എത്തിച്ചേർന്നു. വിവേകപൂർണമായ ദൃഢാഭ്യാസം കൊണ്ട് ആത്മാനുഭവം അനുദിനം പ്രൗഢമായി വന്നു. പുതുതായി പൂത്തു തഴച്ച ഒരു പുഷ്പലതയെപ്പോലെ അവർ ശോഭിച്ചു. അതിസുന്ദരിയായ ചൂടാലയിൽ അപൂർവമായ ഒരു പ്രത്യേക ശോഭ കണ്ട് വിസ്മയാവിഷ്ടനായ ചികിധ്വജൻ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു: പ്രിയതമേ, എന്താണ് നീ വീണ്ടും യൗവനം പ്രാപിച്ച പോലെ കാണപ്പെടുന്നുണ്ടല്ലോ? വീണ്ടും വീണ്ടും നീ അലംകൃതമായി തീരുന്നത് പോലെ കാണപ്പെടുന്നു. നിഷ്കളങ്കമായ സൗന്ദര്യപൂരം കൊണ്ട് നീ പണ്ടത്തേക്കാൾ അധികം തേജോമയായി കാണപ്പെടുന്നു. അമൃതസാരം പാനം ചെയ്തവളെപ്പോലെ, കിട്ടാൻ കഴിയാത്തതെന്തോ കിട്ടിയവളെപ്പോലെ. പ്രിയേ, നീ ആനന്ദാമൃതം കൊണ്ട് അത്യന്തം നിറഞ്ഞവളെപ്പോലെ ശോഭിക്കുന്നു.
രാജഭോഗങ്ങളിൽ താൽപ്പര്യമില്ലാതെ തന്നെ ശാന്തയും ഊർജ്ജസ്വലയും സമചിത്തയുമായി നീ വിളങ്ങുന്നു. നിന്റെ ചിത്തം ഗംഭീരവും പ്രസന്നവുമായി വിരാജിക്കുന്നു. ചൂടാല പറഞ്ഞു, ഹേ പ്രാണപ്രിയതമ, എന്തെന്ന് വിവരിക്കാൻ കഴിയാത്ത ഈ ജഗത്തിനെയും എൻ്റെ ദേഹത്തെയും വെടിഞ്ഞിട്ട് ഞാൻ എന്തെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഏതോ ഒരു രൂപം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര തേജോമയിയായി വിലസുന്നത്. 294. ഇദം സർവം പരിത്യജ്യ സർവമന്യന്മയാശ്രിതം യത്തത് സത്യമസത്യം ച തേനാസ്മി ശ്രീമതി സ്ഥിത. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.